സേവാഭാരതി ഭരണിക്കാവ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഭരണിക്കാവ് പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 100-ലധികം കുടുംബങ്ങൾക്ക് തിരുവോണ കിറ്റുകൾ നൽകി. ദേശീയ സേവാഭാരതി ആലപ്പുഴ ജില്ലാ ഉപാധ്യക്ഷൻ സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സേവാഭാരതി ഭരണിക്കാവ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട 100-ലധികം കുടുംബങ്ങൾക്കാണ് തിരുവോണ കിറ്റുകൾ വിതരണം ചെയ്തത്. ലോകത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠ ഏറ്റവും പ്രബലമായ 10 NGOകളിൽ ഒന്നാണ് നമ്മുടെ സേവാഭാരതി. അത് വിദ്യാസഭ വിശ്വസേവാഭാരതിക്ക് ഒരു അവാർഡ് കൊടുത്തിരുന്നു. കോവിഡ് പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട ലോകത്ത് എല്ലായിടത്തും പ്രവർത്തനം നടത്തിയതിന്റെ ഭാഗമായി ആ സംഘടനയുടെ ഭാരതീയ രൂപമാണ് ദേശീയ സേവാഭാരതി. ആ ദേശീയ സേവാഭാരതിയുടെ ഭരണിക്കാവ് പഞ്ചായത്തിന് ശാഖയായ സേവാഭാരതി ഭരണിക്കാവ് ഒരുക്കിയിട്ടുള്ള ഈ ഓണക്കിറ്റ് വിതരണ ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിയുന്നതിൽ എനിക്ക് അനർപ്പമായ സന്തോഷം. എന്നെ കൂടി ഈ ചടങ്ങിൽ ഉൾപ്പെടുത്തിയതിന് സേവാഭാരതി ഭരണിക്കാവ് യൂണിറ്റ് പ്രസിഡന്റ് ജയകുമാർ കൈലാസ് അധ്യക്ഷനായി. യൂണിറ്റ് സെക്രട്ടറി ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു. ദേശീയ സേവാഭാരതി ആലപ്പുഴ ജില്ലാ ഉപാധ്യക്ഷൻ സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ചെങ്ങന്നൂർ ജില്ലാ സേവാ പ്രമുഖ് സി ജയൻ സേവാ സന്ദേശം നൽകി. ITM യൂണിവേഴ്സിറ്റി മുൻ രജിസ്ട്രാർ പ്രൊഫസർ പറമ്പിൽ ജയകുമാർ ഓണക്കിറ്റ് വിതരണം നിർവഹിച്ചു. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് അംഗം മങ്കുടി ശ്രീകുമാർ, ദേശീയ സേവാഭാരതി ജില്ലാ സാമാജികം കൺവീനർ RP ബാലാജി എന്നിവർ സംസാരിച്ചു. സേവാഭാരതി ഭരണിക്കാവ് യൂണിറ്റ് മീഡിയ കോർഡിനേറ്റർ CS ധനേഷ് കൃതജ്ഞത പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.